എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാർഡ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ് നോക്കുന്നത്. Six of Swords, Page of Swords, Four of Swords, Deck card വന്നിട്ടുണ്ട്. The Empress, Five of Pentacles, Ace of Cups. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യമായി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ഇന്ന് ഒരു കുറേ ദിവസങ്ങളായിട്ട് കുറേ സ്ട്രഗിളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വഴക്കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുതാ മനോഭാവം തോന്നുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് സ്ട്രഗിളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളായിരിക്കാം കുറച്ച് ദിവസങ്ങളായി. അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ഡബിൾ എനർജി മൂലം ഉണ്ടായ കുറച്ച് മാനസിക സംഘർഷങ്ങളും അങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ടാവും. അതുമൂലം നമുക്ക് കുറച്ച് ആരുടെയെങ്കിലും വഴക്കടിക്കുകയോ, ഫോർ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്, ആരെങ്കിലുമായിട്ട് തർക്കത്തിലേർപ്പെടുകയോ വഴക്കിലേർപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുമൂലം നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഒരു സ്ട്രഗിളിലും ഒരു നെഗറ്റീവ് എനർജിയിലും ഒരു വഴക്കിൻ്റെ അവസ്ഥയിൽ കൂടിയൊക്കെ കടന്നുപോയത്. അപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം മാറി ഇന്നത്തെ ദിവസം ഒരു വിജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് കുറേ നാളെയും പൊരുതി ഇരുന്ന് അതിനകത്തുനിന്ന് നമുക്ക് വിജയം കണ്ടെത്തിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ ആളുകൾ പ്രശംസിക്കാനും നമ്മളൊരു ചെയ്യാനായിട്ടും അപ്രീസിയേഷൻ ചെയ്യാനൊക്കെ ഇടവരുന്നുണ്ടെന്നാണ് ഇന്നത്തെ ദിവസം. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പേജ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഉത്സാഹവും വളരെ ഉയർന്ന ഊർജത്തോടും കൂടി ഇരിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നടപ്പിലാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കൊന്ന് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നത്. എങ്ങനെ പോകണം, ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം വൈകാരികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. പുതിയ ഒരു തുടക്കം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ചിലർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ചിലർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ ബ്രേക്കപ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളതുമായിട്ടൊരു ഇഷ്യൂ ആയിട്ട് നിന്നിരുന്ന ആൾക്കാർക്ക് അതെല്ലാം മറന്ന് പുതിയതായിട്ട് വീണ്ടും നമ്മളൊരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് വളരെ ആസക്തി തോന്നുമെന്ന് പറയുന്ന ആളുകളായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാവും. അവർ കുറേ പൈസ ഈ അഡിക്ഷന് വേണ്ടിയിട്ട് അതായത് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പൈസ നശിപ്പിച്ചിട്ടുണ്ടാവും ഈ അഡിക്ഷൻ്റെ പേരിൽ. അതുമൂലം ഫാമിലിയിലും റിലേഷൻഷിപ്പിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വഴക്കുകൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
4 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഇതൊരു വഴക്കിൻ്റെ ഒരു എനർജിയാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ആയിട്ടൊരു വാക്കുതർക്കങ്ങളോ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി ഉണ്ടായിരുന്നത് ഈ ഡെവിൾ എനർജി നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ മാറ്റി പുതിയൊരാളായി മാറാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എംബറസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എംബറസ് പറയുന്നത് ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ സുഖചികിത്സകളോ ഒക്കെ ഒരു അങ്ങനത്തെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വല്ല വെൽനസ് പ്രോഗ്രാമുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കാനിടയുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് നമുക്ക് ഒരു ആഡംബരത്തോടൊക്കെ ഇന്ന് കുറച്ച് അട്രാക്ഷൻ കൂടുന്ന പറഞ്ഞാൽ ആഡംബര കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എന്തെങ്കിലും വാങ്ങാനോ അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇന്ന് ഒരു അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശം ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും എന്ന് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ആക്ച്വലി അത് നഷ്ടപ്പെട്ടതായിരിക്കില്ല. പക്ഷെ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾക്ക് എന്തൊക്കെയോ ഇതിന് മുന്നേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു എനർജിയിലാണ് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പുതിയ തുടക്കങ്ങൾ എല്ലാത്തിനും. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു എനർജി എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.